Hi friends, welcome to Sushi's Healthy Kitchen. എല്ലാവർക്കും സ്വന്തം നേരെ ഞാനൊരു ഫാമിലി സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറിയ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബോൺലെസ് ചിക്കൻ ഹാൻഡിയാണ്. അപ്പം നമ്മൾ ചിക്കന് ബോൺസ് ഒക്കെ മാറ്റിയിട്ട് ഷ്രെഡ് ചെയ്തിട്ട് ബട്ടർ ചിക്കൻ ഒക്കെ ഉണ്ടാക്കാൻ എടുക്കുന്നത് പോലെയാണ് ചിക്കൻ ഇതിലെടുക്കുന്നത്. അപ്പം ബോൺലെസ് ചിക്കൻ ഹാൻഡി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ ടേസ്റ്റിയും ഡെലീഷ്യസുമാണ്, സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് ബോക്സിൽ തരാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യൂസും സബ്സ്ക്രിപ്ഷൻസുമാണ് ആവശ്യം. വീഡിയോസ് ഒക്കെ എപ്പോഴും പോസ്റ്റ് ചെയ്യാൻ പറ്റണില്ല എങ്കിലും വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ മറക്കരുത്. Thank you so much for watching. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മളുടെ ടേസ്റ്റി ഡെലീഷ്യസ് ചിക്കൻ ഹാൻഡി ഉണ്ടാക്കുന്നതെന്ന്. Hey friends, today I am going to make very tasty delicious chicken handy, boneless chicken handy at home. So let's try how to make. Thank you so much for watching. Keep watching, keep sharing, keep subscribing. If you haven't subscribed yet, please don't forget to subscribe my channel. Please don't forget to press the bell icon to get the notifications. Thank you. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസിയും സിമ്പിളുമായിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. അതായത് ബോൺലെസ് ചിക്കൻ ഹാൻഡി. ബോൺലെസ് ചിക്കൻ കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണ്. ആദ്യം നമുക്കതിന് ചെയ്യേണ്ടതിൻ്റെ മസാല കൂട്ട്. ലോ ഫ്ലെയിമിൽ ഒരു പാൻ ചൂടാക്കുക. അതിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലി, നമ്മുടെ പൊടിക്കാത്ത മല്ലി ഇടുക. ഇനി ഇതിലോട്ട് ഒരു 7-8 കുരുമുളക്, 8-10 കുരുമുളക് പെപ്പർകോൺ ഇട്ട് കൊടുക്കുക. ഒരു പിഞ്ച് നല്ല ജീരകത്തിൻ്റെ സ്മെല്ല് ഒരുപാട് എടുത്തറിയത്തെ, ഒരു പിഞ്ച് മതി. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഫെനൽ സീഡ്സ്. പിന്നെ എരിവുള്ള 2 മുളക്. പിന്നെ കശ്മീരി ചില്ലി ഒരു 2 to 3. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് ചേർക്കാം. ഞാനിവിടെ 2 എരിവുള്ള മുളകും പിന്നെ ഒരു 3 കശ്മീരി ചില്ലിയുമാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. പാൻ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ. നമ്മളുടെ ഈ മസാലക്കൂട്ട് കരിക്കാതെ ലോ ഫ്ലെയിമിലിട്ട് ഒരു 3-4 മിനിറ്റ് നമ്മളിവിടെ വറുത്തെടുത്തു. ഇപ്പം ഇനി ഇത് നമുക്ക് നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് പൊടിച്ചെടുക്കാം. ഒരു പാൻ ചൂടാക്കുക. അതിൽ ഒരു 3 to 4 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാവുന്നതാണ്. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ചൂടായി വരുമ്പോൾ ഒരു വലിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് നേരം ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമ്മളിപ്പോൾ ഇത് അടച്ചു വെച്ച് ഫ്രൈ ചെയ്യും. ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ 2 എടുക്കാം, വലുതാണെന്നുണ്ടെങ്കിൽ 1 സവാള മതി. ഇതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചത പേസ്റ്റാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഒരല്പം ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ചാൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും. അല്പം ഉപ്പ് ആഡ് ചെയ്യുക. എന്നിട്ടിതിനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക, സോട്ടേ ചെയ്യുക. എന്നിട്ടിനി ഇത് ഒരു 2-3 മിനിറ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. ഇനി ഇത് ഒരു 3 to 4 മിനിറ്റ് അല്ലെങ്കിൽ 2 to 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ക്ലോസ് ചെയ്ത് വെക്കുക. നമ്മളുടെ സവാള ഇവിടെ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് കൂടുതൽ ഫ്രൈ ചെയ്യേണ്ട, ഒരുപാട് ഡാർക്ക് ബ്രൗൺ ആക്കണ്ട. നമുക്കിനി ഇതിലോട്ട് മസാല ആഡ് ചെയ്യാം. അപ്പോൾ ഇതിലോട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ഒന്ന് ആഡ് ചെയ്യുക. ഒരു 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ. ഒന്ന് മിക്സ് ചെയ്യുക. ഒരു 1 മിനിറ്റ് നേരത്തേക്കൊന്ന് മിക്സ് ചെയ്താൽ മതി, ഒരുപാട് നേരം മിക്സ് ചെയ്യണ്ട. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയില്ലേ, ആ മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരു മസാലക്കൂട്ട് റെഡിയാക്കിയിരുന്നു ചിക്കൻ്റെ, അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരു 2 to 3 മിനിറ്റ്സ് മസാല ഫ്രൈ ആകുന്നത് വരെ, അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക.
ഫ്ലെയിം കൂട്ടി വെക്കരുത്. മസാല ആഡ് ചെയ്യുമ്പോൾ ഫ്ലെയിം വളരെ കുറച്ച് വെക്കുക. ഇതിപ്പോൾ ഇങ്ങനെ മസാല ഒരുപാട് തിക്കായി ഡ്രൈ ആവുന്നു എന്ന് തോന്നിയാൽ ഒരു 1-2 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക്, ആ മസാലയൊന്ന് ഗ്രേവി ഒന്ന് ലൂസാക്കേണ്ടിയിട്ട്. കാരണം ചില സമയത്ത് ഇങ്ങനെ മസാല നമ്മൾ പൊടിച്ച മസാല ചേർക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയി പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഡ്രൈ ആയി പോകാതിരിക്കാൻ ഒരു 1-2 സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ബോൺലെസ് ചിക്കൻ പീസ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത ബോൺലെസ് ചിക്കൻ പീസ് ഒരു 200 ഗ്രാമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചേർക്കാം. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 200 ഗ്രാം അല്ലെങ്കിൽ 300 ഗ്രാം ബോൺലെസ് ചിക്കൻ പീസ് നീളത്തിൽ അരിഞ്ഞത്. ബട്ടർ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അരിയുന്ന അതേ നീളത്തിലൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി. ഒരു പിടിക്കും. ഒന്ന് അടച്ചു വെക്കുക. ഒരു 2 to 3 മിനിറ്റ്സ് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ അതൊന്ന് ശരിക്കും അതിൻ്റെ മസാലയൊന്ന് പിടിക്കുന്നത് വരെ. അപ്പോൾ ഇവിടെ ഒരു 3 to 4 മിനിറ്റ് കഴിഞ്ഞു. ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ മസാല നല്ലതുപോലെ ഒന്ന് അതിൽ പിടിച്ചു. ഒരുപാട് ഗ്രേവി ഒന്നുമില്ല. ഇപ്പം ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ചെറിയ ടൊമാറ്റോ സ്ക്രബ് ചെയ്തതൊന്ന് ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, വേണ്ടാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണ്ട. ഒരു ചെറിയ പുളിപ്പ് കിട്ടാൻ വേണ്ടിയാണ്. ഒരുപാട് ടൊമാറ്റോ ഈ കറിക്ക് ആഡ് ചെയ്യില്ല, കാരണം നമ്മളിതിൽ തൈര് ചേർക്കുന്നുണ്ട്. ഒരു ജസ്റ്റ് ചെറിയ സ്മോൾ ടൊമാറ്റോ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ആണ് ഇട്ട് കൊടുത്തത്. ഇന്ന് അടച്ചു വെക്കുക. ഒരു നമ്മളുടെ ടൊമാറ്റോ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്, പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നേരം ഒന്നും അടച്ചു വെക്കണ്ട. എല്ലാം 3 to 4 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പം നല്ലതുപോലെ മസാലയും ടൊമാറ്ററും ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുക. തൈര് നല്ല കട്ടിയുള്ള തൈര്, ഒരുപാട് പുളിപ്പില്ലാത്ത തൈര് വേണം ഇട്ട് കൊടുക്കാൻ. മിക്സ് ചെയ്യുക നല്ലതുപോലെ. ഒന്ന് കുറച്ചിനി വെള്ളം ചേർക്കാം. അപ്പം ഇതിൽ ഒരുപാട് ഒത്തിരി ഗ്രേവിയുള്ള ഒരു ഇതല്ല ബോൺലെസ് ചിക്കൻ ഹാൻഡി. അപ്പം ഒരു 2-2.5 ഗ്ലാസ് വെള്ളം ചേർക്കാം ചെറിയ കപ്പിന്. ഒരുപാട് വെള്ളം ഗ്രേവി വേണ്ട. ആവശ്യമുള്ളത്ര വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒരു 1-2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം ഉപ്പൊന്ന് ആഡ് ചെയ്യുക. ഒരു 1 ടീസ്പൂൺ കസൂരി മേത്തി ഒന്ന് ആഡ് ചെയ്തു ഞാൻ. കസൂരി മേത്തി ഒരു നല്ല ടേസ്റ്റ് തരും, ഫ്ലേവർ തരും. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ കസൂരി മേത്തി ആഡ് ചെയ്യാൻ ലാസ്റ്റിൽ വാങ്ങുമ്പോഴും ഒരല്പം കസൂരി മേത്തി ആഡ് ചെയ്യും. ഇതിലോട്ട് നമുക്ക് ഒരല്പം ഉപ്പ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് ആഡ് ചെയ്തിട്ട് ഇനി ഇതൊരു 7 to 8 മിനിറ്റ് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് എഗെയിൻ കുക്ക് ചെയ്യണം ലോ ഫ്ലെയിമിൽ. ക്ലോസ് ദ ലിഡ് ഫോർ 7 to 8 മിനിറ്റ്. അപ്പോൾ നമ്മളുടെ ഒരു 8 മിനിറ്റിന് ശേഷം നമ്മളുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബോൺലെസ് ചിക്കൻ ഹാൻഡി ഈസ് റെഡി. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയൊന്ന് തൂവി കൊടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു നല്ല ഫ്ലേവർ കിട്ടും. ലാസ്റ്റിൽ കസൂരി മേത്തിയും ഗരം മസാല ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അല്പം ഫ്രഷ് മല്ലിയില ചോപ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ഫ്രഷ് കൊറിയൻഡർ ലീവ്സ് ആഡ് ചെയ്യുക. ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. അത് കഴിഞ്ഞ് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം ബെസ്റ്റ് കോമ്പിനേഷൻ വിത്ത് ദിസ് boneless chicken handy is chapati, roti, paratha, naan, rice. അപ്പം വളരെ ടേസ്റ്റിയും ഡിലീഷ്യസുമാണ് നമ്മളുടെ ബോൺലെസ് ചിക്കൻ ഹാൻഡി. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഉണ്ടാക്കിയുള്ളൂ. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിലും ഉണ്ടാക്കുക. അതനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇത് ഒരുപാട് ടേസ്റ്റിയാണ്, കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. എല്ലൊന്നും ഇല്ലാതെ നമ്മൾ ബോൺലെസ് ചിക്കൻ ഹാൻഡി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പഞ്ചാബി റെസ്റ്റോറൻറ്റിൽ ഒരുപാട് കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മളുടെ വളരെ ടേസ്റ്റിയും ഡിലീഷ്യസും ഈസി ക്വിക്ക് വേയിലുള്ള നമ്മളുടെ ബോൺലെസ് ചിക്കൻ ഹാൻഡി ഇഷ്ടമായി എന്ന് കരുതുന്നു. ചോപ്പ് ഫ്രഷ് കൊറിയൻഡർ ലീവ്സ് കൊണ്ട് നമുക്ക്. അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തന്നെ കമൻസ് ബോക്സിൽ കൂടി അറിയിക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, എല്ലാവർക്കും അറിയാം ഞാൻ ഇന്ത്യയിലോട്ട് ഷിഫ്റ്റായി ദുബൈയിൽ നിന്ന്. അപ്പോൾ എല്ലാവരും ഇപ്പോഴും വീഡിയോസ് കാണാൻ ശ്രമിക്കുക. എനിക്ക് എപ്പോഴും കണ്ടിന്യൂസ്ലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ടൈം കിട്ടിയെന്ന് വരില്ല. ഇന്ത്യയിലായതുകൊണ്ട് കുറച്ച് നമ്മളുടെ നെറ്റ്വർക്ക് വൈഫൈക്കൊക്കെ പ്രോബ്ലംസ് കുറേയുണ്ട്.
അപ്പോൾ എന്നാലും ഞാൻ ട്രൈ ചെയ്യാവുന്നതായിരിക്കും. വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ മറക്കാതെ കാണുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. Hey friends, hope everyone likes today's very tasty, delicious boneless chicken handy. Thank you so much for watching. Keep watching, keep sharing. Thank you. Eat healthy, stay healthy.